ഇപ്പോൾ സ്പേമിൻ്റെ ഒരു സ്ട്രക്ചറിനെ കുറിച്ചും അക്രോസോമിൻ്റെ ഫംഗ്ഷനെ കുറിച്ചും ഏകദേശം മനസ്സിലായി കാണും വിചാരിക്കുക. ടീച്ചേഴ്സ് അക്കാദമിയുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടറ്റ് കാറ്റഗറി 3 നാച്ചുറൽ സയൻസിൻ്റെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. 2025 മെയ്യിൽ നടന്ന എക്സാമിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് സിനാപ്സസ്? എ. Chemical synapses are always faster than electrical synapses. B. Electrical synapses use chemical signals to send messages. C. Electrical synapses pass signals directly through gap junctions. D. In chemical synapses, the two neurons touch each other directly. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്മുടെ ഹ്യൂമൻ ഫിസിയോളജി എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ കേട്ടറ്റ് കാറ്റഗറി 3 നാച്ചുറൽ സയൻസിൻ്റെ സിലബസ് നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഈ ഹ്യൂമൻ ഫിസിയോളജി എന്ന് പറയുന്നത്. നിങ്ങൾ ഏതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ ഭാഗത്ത് നിന്ന് എപ്പോഴും തുടർച്ചയായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയയാണ് ഹ്യൂമൻ ഫിസിയോളജി. ഈ ഹ്യൂമൻ ഫിസിയോളജിയിലെ നെർവസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നെർവസ് സിസ്റ്റത്തിലെ ന്യൂറോൺ എന്ന് പറയുന്ന ആ ഭാഗം, ന്യൂറോണിൻ്റെ സ്ട്രക്ചറെ കുറിച്ച് പറയുന്നുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂറോൺസിനെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ ന്യൂറോൺസിലൂടെ നടക്കുന്ന ഇമ്പൾസ് ട്രാൻസ്മിഷനെ കുറിച്ച് ആ സിലബസിനകത്ത് പറയുന്നുണ്ട്. ദെൻ 2 അഡ്ജസൻറ്റ് ന്യൂറോൺസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ജംഗ്ഷൻസിനെയാണ് നമ്മൾ സിനാപ്സസ് എന്ന് പറയുന്നത്. ആ സിനാപ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സിനാപ്സുകളെ പ്രധാനമായിട്ടും 2ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്: കെമിക്കൽ സിനാപ്സിസും അതുപോലെ ഇലക്ട്രിക്കൽ സിനാപ്സിസും. അപ്പോൾ നമ്മുടെ ബോഡിയിലൊക്കെ കാണപ്പെടുന്ന സിനാപ്സുകളിൽ എല്ലാം ഈ പറയുന്ന കെമിക്കൽ സിനാപ്സിസ് ആണ്. അതേസമയം ചില ഓർഗാനിസംസിലാണ് ഈ പറയുന്ന ഇലക്ട്രിക്കൽ സിനാപ്സിസ് കാണപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഇലക്ട്രിക്കൽ സിനാപ്സും എന്താണ് കെമിക്കൽ സിനാപ്സും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കെമിക്കൽ സിനാപ്സിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഒരു കെമിക്കൽ സിനാപ്സിൻ്റെ ഒരു പിക്ചറാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു ന്യൂറോണാണ്, ഇത് തൊട്ടടുത്തുള്ളൊരു ന്യൂറോൺ. ഈ 2 ന്യൂറോണുകളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഈ ജംഗ്ഷനെയാണ് നമ്മൾ സിനാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിനാപ്സിലേക്ക് വരുന്ന ഈ ന്യൂറോണാണ് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ എന്ന് പറയുന്നത്. ആ സിഗ്നൽസിനെ റിസീവ് ചെയ്യുന്ന ഈ ന്യൂറോണാണ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ന്യൂറോൺസും തമ്മിൽ ടച്ച് ചെയ്യുന്നില്ല. ഇതിനിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിനെയാണ് നമ്മൾ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയും. സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. അപ്പോൾ ഈ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് വഴി ഈ 2 അഡ്ജസൻറ്റ് ന്യൂറോൺസിനെയും തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുകളിലൊരു ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊരു ന്യൂറോണാണ്, ഇത് തൊട്ടടുത്ത ന്യൂറോൺ. ഈ ന്യൂറോണിൻ്റെ ആക്സോൺ ടെർമിനൽസും തൊട്ടടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റ്സും തമ്മിലാണ് ഈ സിനാപ്സിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ന്യൂറോൺ എടുത്തു കഴിഞ്ഞാൽ ആ ന്യൂറോൺ എൻഡ് ചെയ്യുന്ന ഭാഗമാണ് ആക്സോൺ ടെർമിനൽ എന്ന് പറയുന്നത്. ഈ ആക്സോൺ ടെർമിനലിലാണ് സിനാപ്റ്റിക് നോബ്സ് കാണപ്പെടുന്നത്. ആ സിനാപ്റ്റിക് നോബ്സിലാണ് ഇത്തരത്തിലുള്ള സിനാപ്റ്റിക് വെസിക്കിൾസ് കാണുക. ഈ സിനാപ്റ്റിക് വെസിക്കിൾസിനകത്താണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇരിക്കുന്നത്. കാരണം ഇതുവരെ നമ്മുടെ ഈ ന്യൂറോണിലൂടെ ഈ ഇമ്പൾസ് ഒരു ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് ട്രാവൽ ചെയ്ത് ഇങ്ങനെ വരുന്നത്. ഇതേപോലെ 2 ന്യൂറോൺസും തൊട്ടടുത്ത് ടച്ച് ചെയ്തിരിക്കുകയാണെങ്കിൽ ആ ഇലക്ട്രിക്കൽ ഇമ്പൾസ് അതേപോലെ തൊട്ടടുത്ത ന്യൂറോണിലേക്ക് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. പക്ഷേ ഇവിടെ ഒരു ക്ലെഫ്റ്റ് ഉള്ളത് കാരണം ഈ ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിയുടെ ഫോമിലുള്ള ഇമ്പൾസിനെ കെമിക്കൽ എനർജിയായി മാറ്റിയതിന് ശേഷം വീണ്ടും ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റിയതിന് ശേഷമാണ് തൊട്ടടുത്ത ന്യൂറോണിലൂടെ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എത്തിച്ചേരുന്ന ഈ ഇമ്പൾസിനെ ഈ പറയുന്ന കെമിക്കൽ ഫോമിലേക്ക് മാറ്റണം. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ ഈ സിനാപ്റ്റിക് വെസിക്കിൾസിനകത്ത് കാണപ്പെടുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഇപ്പോൾ ഈ ഇമ്പൾസ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ സിനാപ്റ്റിക് വെസിക്കിൾസ് ഈ മെംബ്രെയിനടുത്തേക്ക് മൂവ് ചെയ്യും. മൂവ് ചെയ്തതിന് ശേഷം ആ മെംബ്രെയിനുമായിട്ട് ഫ്യൂസ് ചെയ്യും. ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഇതിനകത്തുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ഈ പറയുന്ന സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് റിലീസ് ചെയ്യും. അതിനുശേഷം നമ്മുടെ തൊട്ടടുത്ത ന്യൂറോണാണ് നമ്മുടെ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ.
ഈ ന്യൂറോണിൻ്റെ ഈ മെംബ്രെയിനിൽ കാണുന്ന ഈ സ്ട്രക്ചേഴ്സാണ് റിസപ്റ്റേഴ്സ്, ന്യൂറോ ട്രാൻസ്മിറ്റർ റിസപ്റ്റേഴ്സ് ആണ്. ദെൻ ഇവിടെ റിലീസ് ചെയ്യുന്ന ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ ആ സ്പെസിഫിക് റിസപ്റ്റേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്ത് തൊട്ടടുത്ത ന്യൂറോണിൽ ഈ പറയുന്ന ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്ത് വീണ്ടും ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് ഈ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ തൊട്ടടുത്ത ന്യൂറോണിലേക്ക് സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിനാപ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ളത് ഈ ഡയഗ്രാം എന്ന് പറയുന്നത് ഒരു കെമിക്കൽ സിനാപ്സിൻ്റെ ഡയഗ്രാമാണ്. അപ്പോൾ കെമിക്കൽ സിനാപ്സ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ രണ്ട് അഡ്ജസൻറ്റ് ന്യൂറോൺസ് തമ്മിൽ എന്ത് ചെയ്യുന്നില്ല? ടച്ച് ചെയ്യുന്നില്ല. അതേസമയം ഇലക്ട്രിക്കൽ സിനാപ്സ് ആണെങ്കിൽ ഒരു ന്യൂറോണിൽ നിന്ന് തൊട്ടടുത്ത ന്യൂറോണിലേക്ക് ഗ്യാപ്പ് ജംഗ്ഷൻസ് വഴി എന്ത് ചെയ്യാണ്? ഈ സിഗ്നൽസ് പാസ് ചെയ്യാണ് ചെയ്യുക. പരസ്പരം ടച്ച് ചെയ്തിട്ടായിരിക്കും എന്ത് കാണപ്പെടുന്നത്? ഈ അഡ്ജസൻറ്റ് ന്യൂറോൺസ് കാണപ്പെടുന്നത്. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മുടെ ഫസ്റ്റ് ചോയ്സ് ഒന്ന് വായിച്ചു നോക്കാം. കെമിക്കൽ സിനാപ്സസ് ആർ ഓൾവേസ് ഫാസ്റ്റർ ദാൻ ഇലക്ട്രിക്കൽ സിനാപ്സസ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അത് തെറ്റാണ്. കാരണം കെമിക്കൽ സിനാപ്സസ് ആർ ഓൾവേസ് ഫാസ്റ്റർ ദാൻ ഇലക്ട്രിക്കൽ സിനാപ്സസ് എന്നാണ് പറയുന്നത്. കെമിക്കൽ സിനാപ്സിൽ ഇപ്പോൾ രണ്ട് ന്യൂറോൺസിനിടയിൽ ഈ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ഉണ്ട്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യണം, റിസപ്റ്റേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്യണം, വീണ്ടും ഈ പറയുന്ന ആക്ഷൻ പൊട്ടൻഷ്യൽ അവിടെ ജനറേറ്റ് ചെയ്യണം. അപ്പോൾ ഏതിലായിരിക്കും ഈ പറയുന്ന ഇമ്പൾസ് ട്രാൻസ്മിഷന് വേഗത കൂടുതലുണ്ടാവുക? അത് ഇലക്ട്രിക്കൽ സിനാപ്സിലായിരിക്കും ഉണ്ടാവുക. കാരണം അവിടെ ഈ പറയുന്ന ഗ്യാപ്പില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഈ പറയുന്ന സിഗ്നൽസ് എന്ത് ചെയ്യും? ഈ ന്യൂറോൺസിലൂടെ പാസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. രണ്ടാമത്തെ നോക്കാം. ഇലക്ട്രിക്കൽ സിനാപ്സസ് യൂസ് കെമിക്കൽസ് ടു സെൻഡ് മെസ്സേജസ്. മെസ്സേജ് സെൻഡ് ചെയ്യാൻ ഇലക്ട്രിക്കൽ സിനാപ്സിൽ കെമിക്കൽസ് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ്. ഇപ്പോൾ നമ്മൾ കെമിക്കൽ സിനാപ്സിൻ്റെ സ്ട്രക്ചർ പറഞ്ഞ സമയത്ത് നമ്മളവിടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. ഇലക്ട്രിക്കൽ സിനാപ്സിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള കെമിക്കൽസ് അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉപയോഗിക്കുന്നില്ല. അതെവിടെ മാത്രമേ ഉള്ളൂ? കെമിക്കൽ സിനാപ്സിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇലക്ട്രിക്കൽ സിനാപ്സസ് പാസ് സിഗ്നൽസ് ഡയറക്ട്ലി ത്രൂ ഗ്യാപ്പ് ജംഗ്ഷൻസ്. ഇത് കറക്റ്റാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇലക്ട്രിക്കൽ സിനാപ്സിൽ ഈ ന്യൂറോണുകൾ തമ്മിൽ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ സിഗ്നൽസ് ഒരു ന്യൂറോണിൽ നിന്ന് തൊട്ടടുത്ത ന്യൂറോണിലേക്ക് എൻ്റർ ചെയ്യുന്നത് ഈ പറയുന്ന ഗ്യാപ്പ് ജംഗ്ഷൻസ് വഴിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് കറക്റ്റാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇൻ കെമിക്കൽ സിനാപ്സസ് ദി ടു ന്യൂറോൺസ് ടച്ച് ഈച്ച് അതർ ഡയറക്ട്ലി. സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തെറ്റാണെന്ന് മനസ്സിലാവും. കെമിക്കൽ സിനാപ്സിൽ ഒരിക്കലും രണ്ട് ന്യൂറോൺസ് എന്ത് ചെയ്യുന്നില്ല? പരസ്പരം ടച്ച് ചെയ്യുന്നില്ല. ഇടയിൽ എന്ത് കാണുന്നു നമ്മൾ പറഞ്ഞു? സിനാപ്റ്റിക് ക്ലെഫ്റ്റ് കാണുന്നുണ്ട്. അതേസമയം ഇലക്ട്രിക്കൽ സിനാപ്സിലാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് പരസ്പരം ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. അപ്പോൾ ഇതിനകത്ത് കറക്റ്റായിട്ടുള്ളത് ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ, സി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇലക്ട്രിക്കൽ സിനാപ്സസ് പാസ് സിഗ്നൽസ് ഡയറക്ട്ലി ത്രൂ ഗ്യാപ്പ് ജംഗ്ഷൻസ്. ഇനി എന്താണ് ഇലക്ട്രിക്കൽ സിനാപ്സ് എന്ന് കൂടെ ഒന്ന് നോക്കാം. ആർ ഡയറക്റ്റ് physical connections between the cytoplasm of two neurons. The connections are formed by structures called gap junctions, which are specialized protein channels. These channels allow ions and small molecules to flow directly from one cell to the next. This direct flow enables a very fast, nearly instantaneous and bidirectional transmission of the electrical signal. ഇപ്പോൾ ഇലക്ട്രിക്കൽ സിനാപ്സിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ബൈ ഡയറക്ഷണൽ ട്രാൻസ്മിഷൻ. രണ്ട് ഡയറക്ഷനിലൂടെയും ഈ പറയുന്ന ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കും. അപ്പോൾ ഏകദേശം ഇപ്പോൾ കെമിക്കൽ സിനാപ്സും ഇലക്ട്രിക്കൽ സിനാപ്സും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളെ ബേസ് ചെയ്ത് അനലൈസ് ചെയ്ത് നമ്മൾ ആൻസറിലേക്ക് എത്താൻ വേണ്ടി ശ്രദ്ധിക്കും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് വൺ, ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെൻറ്റ്സ്. സ്റ്റേറ്റ്മെൻറ്റ് 1, the acrosome of the sperm is derived from Golgi apparatus and contains enzymes that help in penetrating the egg. Statement 2, the mitochondria in the sperm are located in the head region and provide energy for fertilization.
അപ്പോൾ ആദ്യം നമുക്ക് ഈ രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ദി അക്രോസോം ഓഫ് ദി സ്പേം ഈസ് ഡിറൈവ്ഡ് ഫ്രം ഗോൾജി അപ്പാരറ്റസ് ആൻഡ് കണ്ടെയ്ൻസ് എൻസൈംസ് ദാറ്റ് ഹെൽപ്പ് ഇൻ പെനിട്രേഷൻ ഓഫ് ദി എഗ്. നമുക്ക് ആദ്യം സ്പേമിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. സ്പേമിൻ്റെ ഒരു ഡയഗ്രാമാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പേമിൻ്റെ ഹെഡ് റീജിയൻ, ഇതാണ് മിഡിൽ പീസ് റീജിയൻ, ഇതാണ് സ്പേമിൻ്റെ ടെയിൽ റീജിയൻ. ഈ ഹെഡ് റീജിയനിലാണ് ന്യൂക്ലിയസ് കാണപ്പെടുന്നത്. ദെൻ ഈ ഹെഡ് റീജിയൻ്റെ ഈ ടിപ്പിൽ ഈ റീജിയനിലാണ് ഒരു ക്യാപ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ടുള്ള ആരുള്ളത്, അക്രോസോം റീജിയൻ കാണപ്പെടുന്നത്. ഈ അക്രോസോം റീജിയനകത്ത് ഒരുപാട് ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് ഉണ്ട്. ഈ എൻസൈംസിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മുടെ ഓവത്തിനകത്തേക്ക് ഈ സ്പേം എൻ്റർ ചെയ്യുന്നത്. ഓവത്തിന് ചുറ്റും ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഓരോ ലെയേഴ്സും ലൈസ് ചെയ്ത് ഈ അകത്തെ സൈറ്റോപ്ലാസത്തിൽ കാണപ്പെടുന്ന ന്യൂക്ലിയസുമായിട്ട് ഫ്യൂസ് ചെയ്യാൻ ഈ സ്പേം ഹെഡിലെ ന്യൂക്ലിയസ് അവിടെ എത്തണം. അപ്പോൾ അതിനു വേണ്ടി ആ ഓവത്തിനകത്തേക്ക് എൻ്റർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ അക്രോസോമിനകത്ത് കാണപ്പെടുന്ന ഹൈഡ്രോലിറ്റിക് എൻസൈംസ് ആണ്. ഇനി അക്രോസോം എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചർ സ്പെർമിയോജെനിസിസ് നടക്കുന്ന സമയത്ത് ഈ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നത് ഗോൾജി ബോഡീസ് എന്നാണ്. അതായത് ഗോൾജി ബോഡീസ് മോഡിഫൈ ചെയ്തിട്ടാണ് എന്തായിട്ട് മാറുന്നത്, അക്രോസോമായിട്ട് മാറുന്നത്. ഇനി നമ്മൾ ഈ മിഡിൽ പീസ് റീജിയനിലേക്ക് വന്നാൽ ഇവിടെയാണ് മൈറ്റോകോൺട്രിയ കാണപ്പെടുന്നത്. കാരണം മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പവർ ഹൗസ് ഓഫ് ദി സെൽ എന്ന് പറയും. ഇതിൻ്റെ ആക്ടിവിറ്റീസിന് വേണ്ട എനർജിയുടെ പ്രൊഡക്ഷൻ നടക്കുന്നത് ഈ മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ്. അപ്പോൾ മൈറ്റോകോൺട്രിയ കാണപ്പെടുന്നത് ഹെഡ് റീജിയനിലല്ല, എവിടെയാണ്, ഈ മിഡിൽ റീജിയനിലാണ്. ഹെഡ് റീജിയനിൽ കാണപ്പെടുന്നത് ന്യൂക്ലിയസും അതുപോലെ അക്രോസോമുമാണ്. ദെൻ ഈ എൻഡ് റീജിയനിലാണ് ഇതിൻ്റെ ടെയിൽ കാണപ്പെടുന്നത്. ടെയിലാണ് സ്പേമിന് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്, മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റുകൾ ഒന്നുകൂടെ നോക്കാം. ദി അക്രോസോം ഓഫ് ദി സ്പേം ഈസ് ഡിറൈവ്ഡ് ഫ്രം ഗോൾജി അപ്പാരറ്റസ്. അത് കറക്റ്റാണ്. അക്രോസോം ഫോം ചെയ്യുന്നത് ഏത് സെൽ ഓർഗനിൽ നിന്നാണ്, ഗോൾജി അപ്പാരറ്റസ് എന്നാണ്. ആൻഡ് കണ്ടെയ്ൻസ് എൻസൈംസ് ദാറ്റ് ഹെൽപ്പ് ഇൻ പെനിട്രേറ്റിംഗ് ദി എഗ്. ആ എഗ് പെനിട്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഹൈഡ്രോലിറ്റിക് എൻസൈംസ് എവിടെ കാണപ്പെടുന്നുണ്ട്, ഈ അക്രോസോം റീജിയനിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, കറക്റ്റാണ്. ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദി മൈറ്റോകോൺട്രിയ ഇൻ ദി സ്പേം ആർ ലൊക്കേറ്റഡ് ഇൻ ദി ഹെഡ് റീജിയൻ. തെറ്റാണല്ലോ. മൈറ്റോകോൺട്രിയ എവിടെ കാണപ്പെടുന്നത്, മിഡിൽ പീസ് റീജിയനിലാണ് കാണപ്പെടുന്നത്. ആൻഡ് പ്രൊവൈഡ് എനർജി ഫോർ ഫെർട്ടിലൈസേഷൻ. എനർജി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സ്പേം മൂവ്മെൻറ്റിന് വേണ്ട എനർജി ഒക്കെ ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന മൈറ്റോകോൺട്രിയ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രധാനമായിട്ടും എന്തിനാണ്, എവിടെയാണ് ഇത് കാണപ്പെടുന്നത്, മിഡിൽ പീസ് റീജിയനിലാണ് മൈറ്റോകോൺട്രിയ കാണപ്പെടുന്നത്. അതുകൊണ്ട് ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, തെറ്റാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വരിക, സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ആൻസർ വരുന്നത് ബി ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഇൻകറക്റ്റ്. ഈ അക്രോസോമിനെ കുറിച്ചുള്ള ഈ ഡിസ്ക്രിപ്ഷനും കൂടെ ഒന്ന് നോക്കാം. അക്രോസോം ഈസ് എ ക്യാപ് ലൈക്ക് സ്ട്രക്ചർ ദാറ്റ് കവേഴ്സ് ദി ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദി സ്പേംസ് ഹെഡ്. It is indeed formed by the modification of the Golgi apparatus during spermiogenesis. സ്പേം ഫോമേഷൻ്റെ അവസാന ഘട്ടത്തെയാണ് നമ്മൾ സ്പെർമിയോജെനിസിസ് എന്ന് പറയും. ആ സമയത്ത് ഈ ഗോൾജി അപ്പാരറ്റസ് എന്നാണ് എന്ത് ഫോം ചെയ്യുന്നത്, അക്രോസോം ഫോം ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് ഹൈഡ്രോലിറ്റിക് എൻസൈം സച്ച് ആസ് ഹയാലുറോണിഡേസ് ആൻഡ് അക്രോസിൻ. അതിനകത്ത് കാണപ്പെടുന്ന ഹൈഡ്രോലിറ്റിക് എൻസൈംസിന് എക്സാമ്പിളാണ് ഹയാലുറോണിഡേസും അതുപോലെ അക്രോസിനും, which are essential for digesting the outer layers of the egg like corona radiata and the zona pellucida. എഗ്ഗിൻ്റെ ഔട്ടർ ലെയറാണ് ഈ കൊറോണ റേഡിയേറ്റയും അതിന് താഴെ കാണുന്ന ലെയറാണ് സോണ പെലൂസിഡ എന്ന് പറയുന്നത്. ഈ ലെയറൊക്കെ ലൈസ് ചെയ്യാൻ ഈ പറയുന്ന അക്രോസോമിലെ ഹൈഡ്രോലിറ്റിക് എൻസൈംസ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്, അലൗവിങ് ദി സ്പേം ടു പെനിട്രേറ്റ് ആൻഡ് ഫെർട്ടിലൈസ് ഇറ്റ്. അകത്തേക്ക് എൻ്റർ ചെയ്ത് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്നത് ഈ പറയുന്ന അക്രോസോമിനകത്തെ ഹൈഡ്രോലിറ്റിക് എൻസൈംസ് ആണ്. അപ്പോൾ സ്പേമിൻ്റെ ഒരു സ്ട്രക്ചറിനെ കുറിച്ചും അക്രോസോമിൻ്റെ ഫംഗ്ഷനെ കുറിച്ചും ഏകദേശം മനസ്സിലായി കാണും വിചാരിക്കുകയാണ്. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ നോട്ട് റെഗുലേറ്റഡ് ബൈ ഇൻസുലിൻ? ഗ്ലൂക്കോസ് അപ്ടേക്ക് ബൈ ബോഡി സെൽസ്, കൺവേർഷൻ ഓഫ് ഗ്ലൂക്കോസ് ടു ഗ്ലൈക്കോജൻ, breakdown of glycogen to glucose,
ഇൻക്രീസ് ഇൻ ബ്ലഡ് ഷുഗർ ലെവൽ, ഫാറ്റ് സ്റ്റോറേജ് ഇൻ അഡിപ്പോസ് ടിഷ്യൂ. നമ്മുടെ ഇൻസുലിൻ്റെ ഫങ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണത്. അപ്പോൾ നമ്മുടെ എൻഡോക്രൈനോളജി എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ ഈ പറയുന്ന ഹോർമോൺസിനെ കുറിച്ച് പഠിക്കുന്നത്. നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻസിനെ കുറിച്ചും ആ ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിനെ കുറിച്ചും ആ ഹോർമോൺസിൻ്റെ ഫങ്ഷൻസ്, അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ്, ഇതൊക്കെയാണ് നമ്മൾ എൻഡോക്രൈനോളജിയിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത്. അപ്പോൾ ഇതും നമ്മുടെ ഹ്യൂമൻ ഫിസിയോളജി എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗമൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. നെർവസ് സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, ഈ ഭാഗത്തുനിന്നൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. ഓരോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നോക്കിയിട്ട് ഏതാണ് അതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ളത്, ഏതൊക്കെയാണ് ഇൻസുലിൻ്റെ ഫങ്ഷൻ അല്ലാത്തതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്ലാൻഡാണ് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ പാൻക്രിയാസിൻ്റെ പ്രത്യേകത, പാൻക്രിയാസിൽ എൻഡോക്രൈൻ പാർട്ടും ഉണ്ട്, എക്സോക്രൈൻ പാർട്ടും ഉണ്ട്. എക്സോക്രൈൻ പാർട്ടാണ് നമ്മുടെ പാൻക്രിയാറ്റിക് ജ്യൂസ് എന്ന് പറയുന്ന ഡൈജസ്റ്റീവ് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എൻഡോക്രൈൻ പാർട്ട് എന്ന് പറയുന്നത് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ആണ്. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ പലതരത്തിലുള്ള സെൽസ് ഉണ്ട്. പ്രധാനമായിട്ടും 3 തരം സെൽസ് ആണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ കാണപ്പെടുന്നത്. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ആണ് എൻഡോക്രൈൻ പാർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. അതിനകത്ത് ആൽഫ സെൽസ് ഉണ്ട്, ബീറ്റ സെൽസ് ഉണ്ട്, ഡെൽറ്റ സെൽസ് ഉണ്ട്. ആൽഫ സെൽസ് ആണ് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബീറ്റ സെൽസ് ആണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡെൽറ്റ സെൽസ് ആണ് സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റ സെൽസ് ആണ് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് ഇൻസുലിൻ്റെ ഫങ്ഷൻ? അപ്പം നമ്മൾ ഈ പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിനും ഗ്ലൂക്കഗോണും ചേർന്നാണ് നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല് കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തുന്നത്. അതിൽ ഇൻസുലിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിലേക്ക് എത്തിച്ചേരുന്ന ഗ്ലൂക്കോസ് ഉണ്ടാവും. ഈ ഗ്ലൂക്കോസിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാണ്? ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫങ്ഷൻ? ഇൻസുലിൻ്റെ ഫങ്ഷൻ. അതേസമയം ഗ്ലൈക്കോജനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ഹോർമോണാണ് ആര്? ഗ്ലൂക്കഗോൺ. ഇപ്പോൾ ഇൻസുലിൻ്റെ ജോലി എന്താണ്? നമ്മൾ ഫുഡൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഡൈജഷനൊക്കെ നടക്കും. ഡൈജഷനൊക്കെ നടന്ന് എന്ത് ചെയ്യും? കാർബോഹൈഡ്രേറ്റ് ഒക്കെ മോണോസാക്രൈഡ്സ് ആയിട്ട് മാറും. അതിനകത്ത് പ്രധാനപ്പെട്ടൊരു മോണോസാക്രൈഡാണ് ഗ്ലൂക്കോസ്. ഈ ഗ്ലൂക്കോസിനെ നമ്മുടെ വില്ലസുകൾ വഴി നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിലേക്ക് അബ്സോർബ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടുന്ന സമയത്ത് ഈ ഗ്ലൂക്കോസിന് എന്ത് ചെയ്യുന്നു? ഗ്ലൈക്കോജൻ എന്ന് പറയുന്ന ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യാണ് ആര് ചെയ്യുന്നത്? ഇൻസുലിൻ ചെയ്യുന്നത്. അപ്പോൾ ഇൻസുലിൻ ഈസ് എ ഹോർമോൺ released by the pancreas in response to high blood sugar level. നമ്മുടെ ബ്ലഡിൽ ഷുഗർ ലെവൽ കൂടുമ്പോഴാണ് ഇൻസുലിൻ റിലീസ് ചെയ്യുന്നത്. ഇറ്റ്സ് പ്രൈമറി റോൾ ഈസ് ടു ലോവർ ബ്ലഡ് ഷുഗർ ആൻഡ് പ്രൊമോട്ട് എനർജി സ്റ്റോറേജ്. ബ്ലഡിലെ ഷുഗർ ലെവൽ കുറച്ച് ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ആരുടെ ജോലി? ഇൻസുലിൻ്റെ ജോലി. ഇനി നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഫസ്റ്റ് വൺ, ഗ്ലൂക്കോസ് അപ്ടേക്ക് ബൈ ബോഡി സെൽസ്. ഇതാണല്ലോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഗ്ലൂക്കോസ് അപ്ടേക്ക് ബൈ ബോഡി സെൽസ്. ബോഡി സെൽസിലേക്ക് ഗ്ലൂക്കോസിനെ അകത്തേക്ക് എടുക്കാൻ അപ്ടേക്കിങ്ങിന് ആര് ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്? ഇൻസുലിൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇത് കറക്റ്റാണ്. ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിൻ്റെ റോളാണ് ഗ്ലൂക്കോസ് അപ്ടേക്ക് ബൈ ബോഡി സെൽസ് എന്ന് പറയുന്നത്. അതായത് ശരിക്കും നമ്മുടെ ഇൻസുലിൻ്റെ ഫങ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു പ്രൈമറി ഫങ്ഷനാണ് ഈ പറയുന്ന അപ്ടേക്കിനെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഇറ്റ് സ്റ്റിമുലേറ്റ്സ് സെൽസ്, എസ്പെഷ്യലി മസിൽ സെൽസ് ആൻഡ് ഫാറ്റ് സെൽസ്, ടു ടേക്ക് ഇൻ ഗ്ലൂക്കോസ് ഫ്രം ദി ബ്ലഡ്. ബ്ലഡിൽ നിന്ന് സെല്ലിനകത്തേക്ക് ഈ ഗ്ലൂക്കോസിൻ്റെ ഇൻടേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുകയാണ് ആര് ചെയ്യുന്നത്? ഇൻസുലിൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണല്ലോ. രണ്ടാമത്തെ നോക്കാം. കൺവേർഷൻ ഓഫ് ഗ്ലൂക്കോസ് ടു ഗ്ലൈക്കോജൻ. അതിന് നമ്മൾ ഗ്ലൈക്കോജെനിസിസ് എന്നാണ് പറയാം. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുക. ഇതും കറക്റ്റ് ആണല്ലോ. ഇൻസുലിൻ്റെ പ്രധാനപ്പെട്ട ജോലി ഇപ്പോൾ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? ആരെന്താക്കി മാറ്റുന്നു? ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ലിവറിലും മസിൽസിലും ഒക്കെ എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഇനി മൂന്നാമത്തേലേക്ക് വരിക. ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജൻ ടു ഗ്ലൂക്കോസ്. പ്രോസസ്സിന് നമ്മൾ ഗ്ലൈക്കോജനോലിസിസ് എന്ന് പറയും. ഇതാരുടെ ജോലിയാണ്? ഗ്ലൂക്കഗോണിൻ്റെ ഫങ്ഷനാണ്, ഇൻസുലിൻ്റെ ഫങ്ഷൻ അല്ല.
ഇൻസുലിൻ്റെ ഫംഗ്ഷൻ നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. ഈ പ്രോസസ്സിനെ ഇൻസുലിൻ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. കാരണം ഇൻസുലിൻ്റെ ജോലി എന്താണ്? ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറയ്ക്കുക എന്നുള്ളതാണ് ആരുടെ ജോലി? ഇൻസുലിൻ്റെ ജോലി. ഇവിടെ പറഞ്ഞത് എന്താണ്? ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂട്ടുന്ന കാര്യമാണ്. അപ്പോൾ അത് ആരുടെ ഫംഗ്ഷൻ അല്ല, നമ്മുടെ ഇൻസുലിൻ്റെ ഒരു റോളല്ല. ഇൻസുലിൻസ് ജോബ് ഈസ് ടു ലോവർ ബ്ലഡ് ഷുഗർ, സോ ഇറ്റ് സപ്രസസ് പാത്വേസ് ടു റൈസ് ഇറ്റ്. ദി ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജൻ ഈസ് സ്റ്റിമുലേറ്റഡ് ബൈ അതർ ഹോർമോൺസ് ലൈക്ക് ഗ്ലൂക്കഗോൺ ആൻഡ് എപ്പിനെഫ്രിൻ. പ്രധാനമായിട്ടും ഗ്ലൂക്കഗോൺ ആണത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഹോർമോൺ. അതുപോലെ നമ്മുടെ എമർജൻസി സിറ്റുവേഷനിലൊക്കെ എപ്പിനെഫ്രിൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഗ്ലൈക്കോജനോലിസിസിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഈ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരാം. ഇൻക്രീസ് ഇൻ ബ്ലഡ് ഷുഗർ ലെവൽ. സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ തന്നെ അറിയാം നമുക്കത് തെറ്റാണ്. ഇൻസുലിൻ്റെ ജോലി എന്താണ്? ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കലാണ്. ഇൻസുലിൻസ് എൻറ്റയർ പർപ്പസ് ഈസ് ടു ഡിക്രീസ് ബ്ലഡ് ഷുഗർ ലെവൽ. അപ്പോൾ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ഇൻസുലിനുമായിട്ട് ബന്ധപ്പെട്ട് ശരിയല്ല. അഞ്ചാമത്തെ നോക്കാം. ഫാറ്റ് സ്റ്റോറേജ് ഇൻ അഡിപ്പോസ് ടിഷ്യൂ. അതിനെയാണ് നമ്മൾ ലിപ്പോജെനിസിസ് എന്ന് പറയും. ഇത് ഇൻസുലിൻ്റെ ഒരു റോളാണ്, ഇൻസുലിൻ്റെ ഒരു ഫങ്ഷനാണ് ലിപ്പോജെനിസിസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്ന സമയത്ത് ഇൻസുലിൻ ഈ ഗ്ലൂക്കോസിനെ ഫാറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നൊരു പ്രോസസ്സ് ഉണ്ട്. അതാണ് ലിപ്പോജെനിസിസ് എന്ന് പറയുന്നത്. അതിനെ പ്രൊമോട്ട് ചെയ്യും. അതായത് ഗ്ലൂക്കോസിനെ എന്തായിട്ട് മാറ്റും? ട്രൈഗ്ലിസറൈഡ്സ് ആക്കി മാറ്റുന്ന ആ പ്രോസസ്സിനെ ആര് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്? ഇൻസുലിൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിനെ ഫാറ്റാക്കി മാറ്റിയിട്ട് നമ്മുടെ അഡിപ്പോസ് ടിഷ്യൂസിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇതും കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്കൊന്നുകൂടെ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഗ്ലൂക്കോസ് അപ്ടേക്ക് ബൈ ബോഡി സെൽസ്, കറക്റ്റാണ്. കൺവേർഷൻ ഓഫ് ഗ്ലൂക്കോസ് ടു ഗ്ലൈക്കോജൻ, കറക്റ്റാണ്. ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജൻ ടു ഗ്ലൂക്കോസ്, തെറ്റാണ്. ഇൻക്രീസ് ഇൻ ബ്ലഡ് ഷുഗർ ലെവൽ, അതും തെറ്റാണ്. ഫാറ്റ് സ്റ്റോറേജ് ഇൻ അഡിപ്പോസ് ടിഷ്യൂ, അതും കറക്റ്റാണ്. അപ്പോൾ തെറ്റായിട്ടുള്ളത് ഏതൊക്കെയാണ്? 3ഉം 4ഉം സ്റ്റേറ്റ്മെൻറ്റുകൾ എന്താണ്? റോങ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് മെക്കാനിസം എക്സ്പ്ലെയിൻസ് ATP synthesis in chloroplast thylakoid membranes? A. Chemiosmotic proton gradient. B. Direct photonic conversion. C. Redox potential of redoxin. D. Substrate level phosphorylation. നമ്മുടെ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഏരിയ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. ഫോട്ടോസിന്തസിസ് നമ്മുടെ കേട്ടഡ് കാറ്റഗറി 3യുടെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ്. ഫോട്ടോസിന്തസിസും അതുപോലെ സെല്ലുലാർ റെസ്പിറേഷനും ഈ ഭാഗത്ത് നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഏരിയയാണ്. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾ കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തിസിസ് എന്നുള്ളൊരു പ്രോസസ്സ് നമ്മൾ ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ ATP സിന്തസിസിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളൊരു വാക്കാണ്. ഇത് പ്രപ്പോസ് ചെയ്തത് പീറ്റർ മിഷലാണ്. ഈ പറയുന്ന കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തിസിസ് പ്രപ്പോസ് ചെയ്തത്. അതായത് നമ്മുടെ ഈ ക്ലോറോപ്ലാസ്റ്റിലെ ഈ തൈലക്കോയിഡ് മെംബ്രെയിനിൽ വെച്ചിട്ടാണ് ഈ പറയുന്ന ATP സിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. ഇതെങ്ങനെ നടക്കുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തിസിസ് വഴിയാണ്. ദി മെക്കാനിസം ഓഫ് ATP സിന്തസിസ് ഇൻ ദി ക്ലോറോപ്ലാസ്റ്റ് തൈലക്കോയിഡ് മെംബ്രെയിൻസ് ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തിസിസ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ATP സിന്തസിസ് നടക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഡയഗ്രം ഒന്ന് ശ്രദ്ധിക്കുക. ഇത് ആദ്യം നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിൽ വെച്ചിട്ടാണ്. അപ്പോൾ പ്ലാന്റ് സെൽസിൽ മാത്രം കാണപ്പെടുന്നൊരു സെൽ ഓർഗനലാണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലോറോപ്ലാസ്റ്റിനകത്താണ് നമ്മളെ ക്ലോറോഫിൽ മോളിക്യൂൾസ് ഒക്കെ കാണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്ലോറോപ്ലാസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ക്ലോറോപ്ലാസ്റ്റിലെ പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളാണ് സ്ട്രോമയും അതുപോലെ ഗ്രാനിയും. അപ്പോൾ ഇതാണ് നമ്മളെ ക്ലോറോപ്ലാസ്റ്റ് സങ്കല്പിക്കുക. ക്ലോറോപ്ലാസ്റ്റിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ഉണ്ട്. ഇതിനകത്തൊരു സെമി ഫ്ലൂയിഡ് നേച്ചറിലുള്ള ഒരു ഭാഗമുണ്ട്, ഒരു മാട്രിക്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ സ്ട്രോമ എന്ന് വിളിക്കുന്നത്. ഇതിനകത്ത് ജസ്റ്റ് നമ്മളിങ്ങനെ കോയിനുകൾ അടുക്കി വെച്ച പോലെയുള്ള ഈ ഭാഗങ്ങളെയാണ് നമ്മൾ ഗ്രാന എന്ന് വിളിക്കുന്നത്. ഈ ഗ്രാനയുടെ ബേസിക് യൂണിറ്റ്സിനെയാണ് നമ്മൾ തൈലക്കോയിഡ് എന്ന് വിളിക്കുക. തൈലക്കോയിഡ്സ് ചേർന്നിട്ടാണ് എന്തായിട്ട് മാറിയിട്ടുള്ളത്? ഗ്രാനയായിട്ട് മാറിയിട്ടുള്ളത്.
ഇനി ഈ ഡയഗ്രം ഒന്ന് നോക്കുക. ഇതൊരു തൈലക്കോയിഡ് മെംബ്രെയിനാണ്. അപ്പോൾ നമ്മളൊരു തൈലക്കോയിഡ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതൊരു സിംഗിൾ തൈലക്കോയിഡ് ആണെന്ന് വിചാരിക്കുക. ഇതാണ് തൈലക്കോയിഡ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇത് സ്ട്രോമയാണ്. അതിൻ്റെ പുറമേയുള്ള ഭാഗം എന്ന് പറയുന്നത് സ്ട്രോമയാണ്. ഇത് ആ തൈലക്കോയിഡിനകത്തെ ല്യൂമനാണ്. അപ്പോൾ ഈ അകത്ത് കാണുന്നത് തൈലക്കോയിഡ് ല്യൂമൻ, പുറത്തുള്ള ഈ ഭാഗം ഏതാണ്? സ്ട്രോമയാണ്. ഇത് രണ്ടും ആദ്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇനി നമ്മൾ ഈ പ്രോസസ്സ് ഒന്ന് നോക്കാം. ഇത് H+ അയൺസ് ആണ്. അപ്പോൾ നമ്മുടെ ഇലക്ട്രോൺ കാരിയേഴ്സിലൂടെ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എനർജി ഉണ്ടാവും. ആ എനർജിയുടെ ഹെൽപ്പോട് കൂടിയാണ് ഈ H+ അയൺസ് ഈ തൈലക്കോയിഡ് ല്യൂമനകത്തേക്ക് എൻ്റർ ചെയ്യും. H+ അയൺസ് പുറത്തുനിന്ന് എങ്ങോട്ട് എൻ്റർ ചെയ്യാണ്? ഈ തൈലക്കോയിഡിൻ്റെ ല്യൂമനകത്തേക്ക് എൻ്റർ ചെയ്യാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ആരുടെ കോൺസെൻട്രേഷൻ കൂടും? H+ അയൺസിൻ്റെ കോൺസെൻട്രേഷൻ ഈ തൈലക്കോയിഡ് ല്യൂമനകത്ത് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അവിടെ ജസ്റ്റ് ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് ഫോം ചെയ്തല്ലോ. ല്യൂമനകത്ത് H+ അയൺസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, നമ്മുടെ സ്ട്രോമയിൽ H+ അയൺസിൻ്റെ കോൺസെൻട്രേഷൻ കുറവുമാണ്. അപ്പോൾ ഈ പറയുന്ന ല്യൂമനകത്ത് നിന്ന് ഈ H+ അയൺസ് ഈ സ്ട്രോമയിലേക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് പമ്പ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് H+ അയൺസിനെ കടത്തിവിടുന്ന എൻസൈമാണ് നമ്മുടെ ATP സിന്തേസ് എന്ന് പറയുന്ന എൻസൈം. ATP സിന്തേസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ATP സിന്തസിസിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് ആര്? ATP സിന്തേസ്. ഈ ADPയും ഇനോർഗാനിക് ഫോസ്ഫേറ്റും ചേർന്ന് ATP പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ പ്രോസസ്സിനെ അല്ലെങ്കിൽ ഈ കെമിക്കൽ റിയാക്ഷനെ ആര് കാറ്റലൈസ് ചെയ്യുന്നു? ATP സിന്തേസ് കാറ്റലൈസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടുന്ന് H+ അയൺസ് ല്യൂമനിൽ നിന്നും സ്ട്രോമയിലേക്ക് പമ്പ് ചെയ്യുന്ന ഈ സമയത്ത് ADPയും ഇനോർഗാനിക് ഫോസ്ഫേറ്റും കമ്പൈൻ ചെയ്ത് ആരായിട്ട് മാറുന്നു? ATP ആയിട്ട് മാറുന്നു. ഇതാണ് ATP സിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ ആ കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തിസിസ് വഴിയാണ് ഈ ATP സിന്തസിസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഓരോ ഘട്ടങ്ങളായിട്ടൊന്നുകൂടി നോക്കാം. ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് proton pumping. During the light dependent reactions of photosynthesis, energy from light is used to drive an electron transport chain embedded in the thylakoid membrane. As electrons move through this chain, they release energy which is used to pump protons from the stroma into the thylakoid lumen. ആ എനർജി ഉപയോഗിച്ച് സ്ട്രോമയിൽ നിന്ന് പ്രോട്ടോൺസിനെ എങ്ങോട്ട് പമ്പ് ചെയ്യുന്നു? തൈലക്കോയിഡ് ല്യൂമനകത്തേക്ക് പമ്പ് ചെയ്യുന്നു. ദെൻ അടുത്ത സ്റ്റെപ്പ് ഗ്രേഡിയൻറ്റ് ഫോർമേഷൻ. ദിസ് ക്രിയേറ്റ്സ് എ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് പ്രോട്ടോൺസ് ഇൻസൈഡ് ദി തൈലക്കോയിഡ് ല്യൂമൻ. അതായത് ഇപ്പോൾ H+ അയൺസ് അകത്തേക്ക് എൻ്റർ ചെയ്യുന്നതോടുകൂടി തൈലക്കോയിഡ് ല്യൂമനിൽ ആരുടെ കോൺസെൻട്രേഷൻ കൂടി? പ്രോട്ടോൺസിൻ്റെ കോൺസെൻട്രേഷൻ കൂടി. റിസൾട്ടിങ് ഇൻ 2 key gradients, a concentration gradient and an electrical gradient. Concentration gradient എന്ന് പറയാൻ കാരണം more H+ inside than outside. സ്ട്രോമയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ H+ അയൺസിൻ്റെ കോൺസെൻട്രേഷൻ എവിടെയാണ് കൂടുതലുള്ളത്? തൈലക്കോയിഡ് ല്യൂമനിലാണ് കൂടുതലുള്ളത്. ഇലക്ട്രിക്കൽ ഗ്രേഡിയൻ്റ് എന്ന് പറയാൻ കാരണം ഇൻസൈഡ് ബിക്കം പോസിറ്റീവ്ലി ചാർജ്ഡ് കമ്പയർഡ് ടു ദി ഔട്ട്സൈഡ്. പ്രോട്ടോൺസ് എൻ്റർ ചെയ്യുന്നതോടുകൂടി അകത്ത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് മാറും. അടുത്ത സ്റ്റെപ്പാണ് ATP സിന്തസിസ്. The only place for these protons to escape back to the stroma is through a special enzyme channel called ATP synthase, which is also embedded in the thylakoid membrane. The flow of protons through ATP synthase acts like a water wheel, providing the mechanical energy for the enzyme to catalyze the synthesis of ATP from ADP and inorganic phosphate. ADPയും ഇനോർഗാനിക് ഫോസ്ഫേറ്റും ചേർന്ന് എന്തായിട്ട് മാറുന്നു? ATP ആയിട്ട് മാറുന്നു. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് വരാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് A ആണ്. കെമി ഓസ്മോട്ടിക് പ്രോട്ടോൺ ഗ്രേഡിയൻ. അതായത് ATP സിന്തസിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഏത് മെക്കാനിസം വഴിയാണ്? കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തിസിസ് വഴിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് common sexually transmitted disease is completely curable when detected early and treated properly? നമ്മുടെ
റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭാഗത്തു നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. നമ്മുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷനെ കുറിച്ചും റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നൊരു ഭാഗമുണ്ട് നമ്മുടെ സിലബസിനകത്ത്. അവിടെ നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെക്കുറിച്ച്, അതിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ച്, അതിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച് ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് തുടർച്ചയായിട്ട് വരുന്നൊരു ഭാഗമാണ് STDs എന്ന് പറയും, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. ആ ഭാഗത്തുനിന്നും പലതവണ നമ്മുടെ കേട്ടറ്റിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സെയിം അതേ ടോപ്പിക്കിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യനും വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളവിടെ 4 പ്രധാനപ്പെട്ട STDs കൊടുത്തിട്ടുണ്ട്: ഗൊണേറിയ, ഹെപ്പറ്റൈറ്റിസ് ബി, HIV ഇൻഫെക്ഷൻ, ജനൈറ്റൽ ഹെർപ്പിസ്. ഇതിൽ നമുക്ക് തുടക്കത്തിൽ കണ്ടെത്തി കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന അസുഖം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് A ആണ്. ഗൊണേറിയയാണ് നമുക്ക് തുടക്കത്തിൽ ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു രോഗം. ഇപ്പോൾ ഈ ഗൊണേറിയ എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. നിസേറിയ ഗൊണേറിയ എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ഈ രോഗത്തിന് കാരണമായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് തുടക്കത്തിൽ ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു അസുഖം നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. അതേസമയം നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള മറ്റ് പല ചോയ്സസും കൂടി നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി, അതുപോലെ HIV ഇൻഫെക്ഷൻ, ജനൈറ്റൽ ഹെർപ്പിസ്, ഇത് മൂന്നും നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ കഴിയുന്ന സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് അല്ല. ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ കേസിൽ നമ്മുടെ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ആണ് എന്തിന് കാരണമായിട്ട് മാറുന്നത്? ഈ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്ന STDക്ക് കാരണമായിട്ട് മാറുന്നത്. ഇതൊരിക്കലും ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രോഗമല്ല ഏത്? ഈ ഹെപ്പറ്റൈറ്റിസ് ബി. ദെൻ HIV ഇൻഫെക്ഷൻ നമുക്കറിയാലോ. അപ്പോൾ എയ്ഡ്സ് എന്ന് പറയുന്ന രോഗത്ത് ആണ് ഈ പറയുന്ന HIV ഇൻഫെക്ഷൻ കൊണ്ട് സംഭവിക്കുന്നത്. ഇപ്പോൾ ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് നമ്മുടെ ബോഡിക്കകത്തേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് ഒന്നും നിലവിലില്ല. അപ്പോൾ അതുകൊണ്ട് അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതല്ല, ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്നതല്ല. ജനൈറ്റൽ ഹെർപ്പിസ്, ഹെർപ്പിസ് സിംപ്ലക്സ് വൈറസ് വഴിയാണ് ജനൈറ്റൽ ഹെർപ്പിസ് ഉണ്ടാവുന്നത്. ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടും ആൻറ്റിബയോട്ടിക്സ് നിലവിലില്ല. അപ്പോൾ അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതല്ല, ട്രീറ്റ് ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റുന്നതല്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഡിസീസ് ഇതിനകത്ത് വരുന്നുള്ളൂ, അതാണ് ഗൊണേറിയ എന്ന് പറയുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി, HIV ഇൻഫെക്ഷൻ, ജനൈറ്റൽ ഹെർപ്പിസ്, ഇതൊന്നും നമുക്ക് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന STDs അല്ല. അപ്പോൾ ആൻസർ ഏതാണ് വരിക? A ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്.